ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ. നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ. നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ബോധമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് 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 ഈശ്വരൻ. ഈശ്വര പ്രാർത്ഥന. കരുണാമയന സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിയിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ഡത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. കരുണാമയനം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിയിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ഡത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നാദവും താളവും നീളവുമായി എന്നെ നേരായ പാതയിൽ ആക്കണമേ. ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയണമേ. കാണാനും കേൾക്കാനും അറിയാനുമായി എന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നും എനിക്ക് കരുത്തികളേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നും എനിക്ക് തുണയാകണേ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നിനമേ. ഈ ധന്യഭൂമിയിൽ ഭൂജാതനായ എന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയണമേ. ഭൂലോകത്തെ പുരാഘോഷമാക്കുവാൻ എന്നെ മാനിക്കണേ. കരുണാമയന സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ഡത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. സ്നേഹവും കരുണയുമാണ് പരിവർത്തനപ്പെട്ട് ജ്ഞാനവും ബോധവുമാകുന്നു എന്നുള്ള ഈ ആശയം ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഇന്ന് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ ആവർത്തിച്ച് വർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ആർക്കും ചൊല്ലാൻ പറ്റുന്ന, ഏത് വിശ്വാസത്തിലുള്ളവർക്കും ഏത് സങ്കല്പത്തിലുള്ളവർക്കും ചൊല്ലാൻ പറ്റുന്ന ഈ പ്രാർത്ഥന എഴുതിയത് ശ്രീ KV ദയാൽ സാറാണ്. ഇതിന് ഈ ആലാപനം, ഈ ഒരു ട്യൂൺ കൊടുത്തത് ശ്രീ രാംദാസ് വാര്യർ സാർ. ഇവരെ രണ്ടുപേരെയും സ്മരിച്ചുകൊണ്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഇരിക്കാനും നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടി പഠിക്കാനും വാനപ്രസം ഓൺലൈൻ കോഴ്സ് ഉണ്ടാക്കാൻ കാരണക്കാരനായ ദയാൽ സാറും അതിനെല്ലാവിധം തുണയായിട്ടുള്ള സദാനന്ദൻ സാറും അതുണ്ടാക്കിയ ശ്രീ ഗുരുത്വത്തിനെ ഈ കമ്മ്യൂണിറ്റി ഫോം ചെയ്ത് ഇതിലെല്ലാവരിലും പങ്കെടുത്ത കൂട്ടാളികളായ നമ്മുടെ കമ്മ്യൂണിറ്റി അംഗങ്ങളെ എല്ലാവരെയും ഈ ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദിയും എല്ലാവർക്കും സ്വാഗതം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്.
വാനപ്രസ്ഥം ഓൺലൈൻ കോഴ്സ് സ്റ്റുഡൻസിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിത്യസാധന അംഗങ്ങളെയും ഡിവൈൻ മദർ അംഗങ്ങളെയും നമ്മുടെ സകല ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ നടത്തിയ ആർട്ട് ഓഫ് ഹാപ്പിനെസ്, ആർട്ട് ഓഫ് ഗാർഡനിങ്, മില്ലറ്റിന്റെ ആർട്ട് ഓഫ് ജ്യൂസിങ്, അങ്ങനെ തുടങ്ങി നമ്മൾ 10ഓളം ഔട്ട്റീച്ച് പ്രോഗ്രാംസ് നടത്തിയിരുന്നു. ആ കോഴ്സുകളിലെല്ലാം പങ്കെടുത്ത നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനെയും സ്വാഗതം ചെയ്യുന്നു. സുപ്രജ കോഴ്സിൽ പങ്കെടുത്ത് സുപ്രജ കുട്ടികൾ ഉണ്ടായി ആ അമ്മമാരെയും കുട്ടികളെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവരെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിട്ടുള്ള സുരജ ഡോക്ടറാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. ഏറ്റവും പ്രധാനിയായിട്ടുള്ള വ്യക്തിയാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഡോക്ടറെ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സോ ഡോക്ടർക്ക് വലിയൊരു സ്വാഗതം അറിയിക്കുന്നു. ഒഫീഷ്യലി സ്വാഗതം ചെയ്യാൻ ശ്രീ സദാനന്ദൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സദാനന്ദൻ സാർ, സ്വാഗതം. താങ്ക് യു അർച്ചന. വളരെ ഭക്തിപൂർവ്വം ഇന്നത്തെ പ്രാർത്ഥന ചൊല്ലിയെന്നുള്ള നന്ദി അറിയിക്കുകയാണ് ആദ്യം തന്നെ. ഇത് നമുക്ക് ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സുരജ ഡോക്ടറാണ്. ഡോക്ടറെ പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു വാനപ്രസ്ഥം ഗ്രൂപ്പ് ഒക്കെ എല്ലാം ഫോം ചെയ്ത കാലം മുതലുള്ള ഒരു സജീവ സാന്നിധ്യമാണ്. നമ്മുടെ എല്ലാവരും മെന്ററാണ്, അഡ്വൈസറാണ്, കൺസൾട്ടന്റ് ആണ്. എല്ലാ തരത്തിലും നമുക്ക് വേണ്ട സപ്പോർട്ട് തരുന്ന ഒരു അലോപ്പതി ഡോക്ടറും കൂടെയാണ്. അതുപോലെ ന്യൂട്രീഷൻ മെഡിസിന്റെ ശക്തമായ ഒരു പ്രചാരയും വ്യക്താവും കൂടെയാണ്. അപ്പൊ ഈ തരത്തിലെല്ലാം കൊണ്ട് നമുക്ക് സ്ഥിരപരിചയമാണ് ഡോക്ടറെ. ഡോക്ടറെ ഇതിലാരെങ്കിലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. ഡോക്ടർ സുരജ ഹരിലാല് നമ്മുടെ സർജനാണ്. ആദ്യം വർക്ക് ചെയ്തിരുന്നത് നമ്മുടെ ESI ഹോസ്പിറ്റലുകളിലാണ്. അത് ലാസ്റ്റ് റിട്ടയർ ചെയ്യുമ്പോൾ ESI ഹോസ്പിറ്റൽ തൃശ്ശൂരിൽ നിന്നാണ് സർജനായിട്ട് റിട്ടയർ ചെയ്തത്. ഇപ്പോൾ സരോജ ഹോസ്പിറ്റൽ തൃശ്ശൂർ ജനറൽ സർജനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹസ്ബൻഡ് ഹരിലാൽ സാറ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഗൾഫില് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫ് ആയിട്ട് നാട്ടിലുണ്ട്. ഇവരിപ്പോൾ താമസിക്കുന്നത് തൃപ്പയാർ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലുള്ള നല്ല പിന്നെ ശ്രീരാമക്ഷേത്രമൊക്കെ ഉള്ള വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം 2 പെൺകുട്ടികളാണുള്ളത്. അതിൽ ഡോക്ടർ ഹരിപ്രിയ എന്ന് പറയുന്ന മോള് ആക്ച്വലി പൾമനോളജിയിൽ MD എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ തന്നെ. രണ്ടാമത്തെ മോള് അഭിരാമി ഹരിലാല് നമുക്ക് നാടിനും ഇന്ത്യക്ക് മൊത്തം അഭിമാനമായി തീരേണ്ട ഒരു വ്യക്തിയും കൂടിയാണ്. ഇതിലെ ക്വാണ്ടം ഫിസിക്സ്, നമ്മുടെ ലാർജ് ഹൈഡ്രോ കൊളൈഡർ എന്ന് പറയുന്ന ആ ഒരു അണുവിസ്ഫോടനത്തെ പറ്റിയുള്ള സബ്ജക്ട് ജനീവയില് ആണ് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതിന്റെയൊക്കെ പൂർത്തീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശസ്തയായ ഒരു സയന്റിസ്റ്റ് ആയി തീരും. നമുക്ക് ഇന്ത്യക്ക് കൂടെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നാസയിലൊക്കെ പോയി വർക്ക് ചെയ്യുകയുണ്ടായി ഇതിന്റെ ഭാഗമായിട്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമായി തീരും. ഡോക്ടർ PhD ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് അഭിരാമി. അപ്പം അങ്ങനെ 2 മക്കളാണുള്ളത് ഡോക്ടർക്ക്. ഡോക്ടർ MBBS ചെയ്തിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. MD MS ചെയ്തത്. അങ്ങനെ ആദ്യകാലം മുതൽ നമുക്ക് ദയാൽ സാറുമായിട്ട് വളരെയധികം സിങ്ക് ആയി പോവുകയും ദയാൽ സാറിനെ നമുക്കും എല്ലാം വേണ്ട ഇത് അലോപ്പതി മെഡിസിനിലുള്ള സംശയങ്ങൾ തീർത്തു തരാനും അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വേണ്ട ക്ലാസ്സുകൾ എടുക്കത്തും നമുക്ക് നിത്യം പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഡോക്ടർ വളരെ സംഘടനാ പ്രവർത്തനത്തിലേക്കൊക്കെ IMA ഒക്കെ വനിതാ വിങ്ങിന്റെയും അല്ലാതെ തൃശ്ശൂർ ജില്ലയുടെ ഒക്കെ പ്രവർത്തനത്തിലേക്ക് കടന്നതോടുകൂടി സമയം ഒട്ടും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. പിന്നെ വിദേശ യാത്രയൊക്കെ പോയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഡോക്ടർ വളരെ തിരക്കിലായി പോയതോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ അധികം അറ്റൻഡ് ചെയ്യാൻ പറ്റാതായി. എങ്കിലും ഇപ്രാവശ്യം ഞങ്ങൾ വളരെ പ്രാവശ്യമായിട്ട് ഡോക്ടറെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഈ ആഴ്ച എന്തായാലും ഡോക്ടർ സമ്മതിച്ചു. അതിലും അതിശയം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ശബരിമല ദർശനം നടത്തിയിട്ട് ജസ്റ്റ് ഇന്നലെ വന്നേ ഉള്ളൂ. ആ ക്ഷീണമൊക്കെ ഉണ്ട്. എങ്കിലും അയ്യപ്പന്റെ ആ ഒരു അനുഗ്രഹം കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും ഡോക്ടർ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഈ ക്ലാസ് എടുക്കാൻ തയ്യാറായി. അപ്പൊ ഈ ക്ലാസ്സിന്റെ ഇന്നത്തെ പ്രത്യേകത തൈറോയിഡ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് ആണ് ഇന്നത്തെ വിഷയം. തൈറോയിഡ് നമുക്കെല്ലാം അറിയാം. പക്ഷെ പിന്നെ അതിന്റെ ദൂഷ്യവശങ്ങൾ അല്ലെങ്കിൽ ഇത് ഒരു ഹിഡൻ അസുഖമാണ്. പലർക്കും നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഈ അസുഖം ഉണ്ട്. പക്ഷെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത് ഒളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പല സിംറ്റംസും കാണിക്കും. അപ്പം മറ്റു പല അസുഖങ്ങൾക്ക് ചികിത്സിച്ചതിന് ശേഷമാണ് തൈറോയിഡിന്റെ ലൂടെ ഉണ്ടായ രോഗമാണെന്ന് നമ്മൾ അത് നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. അത് അത്ര സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർക്ക് അസുഖത്തെ ലൊക്കേറ്റ് ചെയ്യാൻ പോലും പറ്റുള്ളൂ. അതുപോലെ രഹസ്യാത്മക സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഒരു അസുഖം കൂടിയാണ് തൈറോയിഡ്. പണ്ട് നമുക്ക് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു അസുഖം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരുന്നു. തൊണ്ടയിൽ മുഴയായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ അതാണ് തൈറോയിഡ് എന്നാണ് ഞാനും അടുത്ത കാലത്ത് വരെ ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർക്ക് പുറത്തേക്ക് ഇത് മുഴ വരാത്തത് കൊണ്ട് തൈറോയിഡ് ഇല്ല
എന്ന് ധരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആക്ച്വലി എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ തൈറോയിഡിന്റെ ഒരു ലാഞ്ചന ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ചികിത്സ ഗുളിക കഴിക്കേണ്ട അവസ്ഥയാണെന്നൊക്കെ ഡോക്ടർമാർ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ കഴിച്ചിട്ടുമുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് തൈറോയിഡ് അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ്. അതിന്റെ പാർശ്വഫലങ്ങൾ ഒത്തിരി ഉണ്ട്. ഇതൊക്കെ സംസാരിക്കാനായിട്ട് ഡോക്ടർ നമ്മൾ തയ്യാറാകും. അപ്പൊ ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ നേരം ഡോക്ടറുടെ ക്ലാസ് കേൾക്കാം നമുക്ക്. അതിനുശേഷം നമുക്കുള്ള സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാത്തിനും വ്യക്തമായ ഉത്തരങ്ങൾ പറയും ഡോക്ടർ. അതുപോലെ തന്നെ റേഡിയോ പ്രഭാഷണങ്ങളിലൂടെയും TV പ്രഭാഷണങ്ങളിലൂടെയും വളരെ സുപരിചിതയാണ്. നമുക്ക് അന്ന് ഡോക്ടറെ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് സുരജ ഡോക്ടറാണ് ഇതെല്ലാം അവതരിപ്പിച്ചെന്ന് നമ്മൾ അറിയുന്നത്. അത്ര ഭംഗിയായിട്ട് ക്ലാസ്സുകൾ എടുക്കാനും ആഴത്തിൽ പഠിച്ച് അത് അവതരിപ്പിക്കാനും ഒക്കെ ഡോക്ടർ കാണിച്ച ആ ഒരു ഔത്സുക്യമാണ് ഇന്ന് ഡോക്ടറെ വളരെ പ്രശസ്തയാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ തന്നെ നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ കിട്ടി എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. തൈറോയിഡിന്റെ കാരണം ഈ അയഡിന്റെ ഡെഫിഷ്യൻസിയും കൂടുതലായാലും കുഴപ്പമാണ് എന്നുള്ള പല കാരണങ്ങളുണ്ട്. കുറഞ്ഞാലും പ്രശ്നം, കൂടിയാലും പ്രശ്നമായിട്ടുള്ള അയഡിനാണ് ഇതിൻ്റെ അകത്ത് വില്ലൻ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഡോക്ടർ വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുക്കും. ഞാൻ ഡോക്ടറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ ക്ലാസ് എടുക്കാനായിട്ട്. താങ്ക് യു ഡോക്ടർ. വെൽക്കം ഡോക്ടർ. സദാനന്ദ സാർ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദയാൽ സാർ വാനപ്രസ്ഥം കോഴ്സ് പഠിപ്പിക്കുമ്പോൾ സാർ പഠിപ്പിച്ച എല്ലാ ക്ലാസ്സുകളിലും നമ്മൾക്ക് എന്തെങ്കിലും തരം സംശയം ഉണ്ടെങ്കിൽ അത് അലോപ്പതിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ സാറിന്റെ ക്ലാസ്സുമായിട്ട് വാനപ്രസ്ഥ ഇത്ര ഇറുകി ചേർന്ന നമുക്ക് ഡോക്ടർ എന്ന രീതിയിൽ അഡ്വൈസ് വേണമെങ്കിൽ നിങ്ങൾ സുരജ ഡോക്ടറോട് മാത്രം ചോദിച്ചാൽ മതി എന്ന് എടുത്ത് സാർ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന കൂടെ ആളാണ്. സോ ആ ഒരു രീതിയിലും കൂടി ഇന്നത്തെ ക്ലാസ് വളരെയധികം ഫലവത്താണ്. സുരജ ഡോക്ടർ ഇന്ന് വന്നതിൽ വീണ്ടും വീണ്ടും താങ്ക് യു ഡോക്ടർ ആൻഡ് വെൽക്കം. നമുക്ക് ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് കിടക്കാം. നമസ്കാരം സർ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്നെ കുറിച്ച് കുറെ നല്ല വാക്കുകൾ പറഞ്ഞതിന് സന്തോഷം. എന്തായാലും കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ വരുന്നത്. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇടയ്ക്കൊന്നും വരാൻ കുറച്ച് കുഴപ്പമായിപ്പോയി. അപ്പൊ എന്തായാലും ഈ ഇങ്ങനെ ഒരു ക്ലാസ്സിന് ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയാണ്. കാരണം നന്ദി പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മറന്നുപോയ കുറെ കാര്യങ്ങളും അറിയാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ ന്യൂവർ കാര്യങ്ങളും അല്ലെങ്കിൽ ഡീപ്പറായിട്ട് ആ സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ചുകൂടെ പഠിക്കാനുള്ള ഒരു അവസരം കൂടെയാണ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെയധികം നന്ദിപൂർവ്വം ഈ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. പിന്നെ ഈ തൈറോയിഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര അബദ്ധമായിട്ട് ആണ് ആൾക്കാർ. തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു അസുഖമല്ല. തൈറോയിഡ് എന്ന് പറഞ്ഞാല് അത് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. തൈറോയിഡ് എന്ന് പറയുന്ന അവയവം അത്രയധികം പ്രാധാന്യമുള്ളതാണ്. തൈറോയിഡ് ഹോർമോൺ അത്രയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് ബ്രെയിൻ ഡെവലപ്മെന്റിനും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഡെവലപ്മെന്റിനും ബുദ്ധിയും ഓർമ്മയും ഒക്കെ ശരിയാവാനും എല്ലാ കോശങ്ങളുടെയും മെറ്റബോളിസം, എനർജി പ്രൊഡക്ഷന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത്. ആ തൈറോയിഡിനെ ഒരു രോഗം പോലെ എടുത്ത് പറയാൻ പാടില്ല. എനിക്ക് തൈറോയിഡ് ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ പറയാൻ അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കി എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ തൈറോയിഡ് നമ്മളുടെ ചെറുപ്പകാലത്തൊക്കെ ഈ ഗോയിറ്റർ ആയിട്ട് കണ്ടിരുന്നു. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ ഇങ്ങനെ ചുമ്മാ വീർത്തു വരുന്നതിനാണ് ഗോയിറ്റർ എന്ന് പറയാ. അതിന് പ്രധാന കാരണം അയഡിൻ ഡെഫിഷ്യൻസി ആയിരുന്നു. അപ്പൊ ഈ അയഡിൻ ഡെഫിഷ്യൻസി സാധാരണ ഇപ്പൊ നമ്മുടെ കോസ്റ്റൽ ഏരിയയിലും ഫിഷൊക്കെ കഴിക്കുന്നവരിലൊന്നും അധികം ഡെഫിഷ്യൻസി വരാറില്ല. അന്നൊക്കെ മലമ്പ്രദേശങ്ങളിലുള്ള ആൾക്കാരിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ്. ഞാനൊക്കെ MBBS പഠിക്കുമ്പോൾ തൈറോയിഡ് ഈ ഗോയിറ്റർ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ ഗോയിറ്ററിന്റെ ഇൻസിഡൻസ് കൂടി. അത് കൂടാണ്ട് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസ്, അതൊരു വലിയ പാൻഡമിക് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇൻസിഡൻസ് പറയുകയാണെങ്കിൽ എൻഡോക്രൈൻ ഡിസീസസിൽ, അതായത് ഹോർമോണൽ വ്യവസ്ഥയിൽ വരുന്ന അസുഖത്തിൽ നമ്പർ 1 ഡയബറ്റിസ്. ഡയബറ്റിസ് എന്ന് പറഞ്ഞാല് 5-ൽ ഒരാൾക്ക്, ഇപ്പൊ ഇന്ന് 100 പേരുണ്ടെങ്കിൽ അതിൽ 25 പേരും അല്ലെങ്കിൽ 20 പേരും ഡയബറ്റിക് ആയിരിക്കും. അപ്പോ അത് 5-ൽ ഒരാൾ ഡയബറ്റിക് ആണ്. അതേപോലെ തൈറോയിഡ് 10-ൽ ഒരാൾ തൈറോയിഡ് പേഷ്യന്റ് ആണ്. ഈ കൂട്ടത്തിൽ ഇന്നിപ്പോ ഇതിൽ ചേർന്നിട്ടുള്ളതിൽ 10-ൽ ഒരാൾ തൈറോയിഡ് പേഷ്യന്റ് ആയിരിക്കും. അത്രയധികം ഇൻസിഡൻസ് കൂടി വരുന്നതാണ്.
പണ്ടൊക്കെ വലിയ ആൾക്കാരിലെ കണ്ടിരുന്നു. ഇപ്പൊ കുഞ്ഞുങ്ങളിൽ പോലും, ചെറിയ കുട്ടികളിൽ പോലും തൈറോയ്ഡ് പ്രോബ്ലംസ്, ജനിക്കുമ്പോൾ തന്നെ തൈറോയ്ഡ് പ്രോബ്ലംസ് ആയിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട്. അത് ജനിക്കുന്ന കുട്ടികളുടെ തൈറോയ്ഡ് പ്രോബ്ലം, ഹൈപ്പോതൈറോയിഡിസം ഡയഗ്നോസ് ചെയ്യാൻ നേരം വൈകി, എത്ര വൈകണോ അത്രയും ബ്രെയിൻ ഡാമേജ് വരും. ആ കുട്ടിക്ക് ഒരുപാട് അസുഖങ്ങൾ അതിനോടനുബന്ധിച്ച് വരും. അതുകൊണ്ട് ഇപ്പൊ ജനിച്ച അന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ തൈറോയ്ഡും കൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ളതാണ് തൈറോയ്ഡ് ഡിസീസസ്. അപ്പൊ തൈറോയ്ഡ് ഡിസീസസ് മൊത്തത്തിൽ കൂടി വരികയാണ്. അതിപ്പോ ഗോയിറ്ററായിട്ടും ഈ ഓട്ടോ ഇമ്യൂൺ തൈറോയിഡൈറ്റിസ് വന്നിട്ട് ഹൈപ്പോതൈറോയിഡിസം ആണ് കൂടുതൽ കാണുന്നത്. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ ലെവൽ കുറഞ്ഞിട്ടുള്ള അവസ്ഥ. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഹോർമോൺ ലെവൽ കൂടിയാലുള്ള അവസ്ഥ. അപ്പൊ ഈ ഹൈപ്പോതൈറോയിഡിസം ഒരു കുറയ്ക്കാനായിട്ട് നമ്മളിപ്പോ 1998 മുതലാണ് അയഡൈസ്ഡ് ഉപ്പ് നിർബന്ധമായിട്ടും ഗവൺമെന്റ് തലത്തില് ഉപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അയഡൈസ്ഡ് അല്ലാത്ത ഉപ്പ് കിട്ടാനേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അയഡിൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അയഡിൻ ഡെഫിഷ്യൻസി അല്ല, ഇപ്പൊ അയഡിൻ കൂടിയിട്ടുള്ള പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാല് അയഡിന്റെ റിക്വയർമെന്റ് ഇസ് വെരി ലെസ്. 150 മൈക്രോഗ്രാം ആണ് ഒരാൾക്ക് ആവശ്യമുള്ള ഒരു ദിവസത്തേക്ക്. ആ 150 മൈക്രോഗ്രാം അത് കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. കൂടിയാല് ഓട്ടോ ഇമ്മ്യൂണിറ്റി വരും. ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആണ് ഇപ്പോഴത്തെ മേജർ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയും. അതിന്റെ കാരണം അയഡിൻ കൂടിയാലും വരും. അപ്പൊ ഈ അയഡൈസ്ഡ് സോൾട്ട് ഒരു ടീസ്പൂണിന്റെ 1/4, 1/4 ടീസ്പൂൺ അയഡൈസ്ഡ് സോൾട്ട് കഴിച്ചാൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള അയഡിനായി. പക്ഷെ നമ്മൾ ഒരു ദിവസം എത്ര ഉപ്പ് കഴിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ നാട്ടില് മൊത്തത്തിൽ ഉപ്പിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. അപ്പൊ ഉപ്പിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് അയഡിന്റെ ക്വാണ്ടിറ്റി കൂടും. അപ്പൊ അയഡിന്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ ഇതുപോലെ ഓട്ടോ ഇമ്മ്യൂണിറ്റി വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൂടാതെ പിന്നെ ഈ തൈറോയ്ഡ് പ്രോബ്ലംസ് വരാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാല് അയഡിൻ ഡെഫിഷ്യൻസി ഒരു കാരണം പറഞ്ഞു. പിന്നെ ടോക്സിൻസ്, പിന്നെ ഫുഡിലെ ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, ടോക്സിൻസ്, പിന്നെ സ്ട്രെസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. പലപ്പോഴും പല പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ ഇത് ഈ അസുഖം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ 1-2 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള സ്ട്രെസ് ഇൻസിഡൻസ്. ഇപ്പൊ ചില ലേഡീസിനൊക്കെ ചിലപ്പോൾ പ്രഗ്നൻസി ഇഷ്യൂസ് ആയിരിക്കും. അതുകൂടാണ്ട് പലർക്കും റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഡൈവോഴ്സ്, അങ്ങനത്തെ ഉള്ള അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ സീരിയസ് ആയിട്ടുള്ള സ്ട്രെസ്സിൽ കൂടെ കടന്നു പോയ ആൾക്കാർക്ക് തൈറോയ്ഡ് പ്രോബ്ലംസ് വരാറുണ്ട്. എല്ലാ ടോക്സിൻസും റേഡിയേഷൻ ആയാലും എല്ലാം തൈറോയിഡിനെ ആദ്യം ബാധിക്കും. അതെന്താന്ന് വെച്ചാൽ തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു അവയവമാണ് ഈ നെക്കിലുള്ള. അത് വളരെ ചെറുതാണ്, പക്ഷെ വളരെ സെൻസിറ്റീവാണ്. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസ് ഒക്കെ അവിടെ വേഗം ബാധിക്കും. ഈ ഓട്ടോ ഇമ്യൂൺ തൈറോയിഡൈറ്റിസിൽ ലിംഫോസൈറ്റിക് ഇൻഫിൽട്രേഷൻ എന്ന് പറയും. ഇത് നമ്മളുടെ ഇമ്മ്യൂൺ സെൽസ് തന്നെ ഈ തൈറോയിഡിനെ നശിപ്പിക്കുകയാണ്. നമ്മുടെ തന്നെ പ്രതിരോധ ശക്തി നമുക്കെതിരെ ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നു. ആ ആന്റിബോഡീസ് തൈറോയിഡിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഹൈപ്പോതൈറോയിഡിസം വരുന്നത്. അതില് ഈ ആന്റിബോഡി കാരണം തന്നെ, അല്ലെങ്കിൽ ഈ ടോക്സിൻസ് കാരണം ഇൻഫ്ലമേഷനും വരുന്നുണ്ട്. ആ ഇൻഫ്ലമേഷൻ ആൻഡ് ഓട്ടോ ആന്റിബോഡിയാണ് ഈ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കുന്ന സംഭവം. ഹൈപ്പർ തൈറോയിഡിസം ആയാലും അതെ ആന്റിബോഡി ഉണ്ട്, anti-TG ആന്റിബോഡി എന്ന് പറയും. ഹൈപ്പോയിൽ വരുന്നത് anti-TPO ആന്റിബോഡി, മറ്റത് anti-TG ആന്റിബോഡി. അതുകൂടാണ്ട് വേറൊരു ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. അത് ഹൈപ്പർ തൈറോയിഡിസം തന്നെ. അതിൽ ആന്റിബോഡി വരുന്നത് തൈറോയിഡ് റിസപ്റ്റർ ആന്റിബോഡിയാണ്. അങ്ങനെ 3 തരത്തില് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് വരുന്നുണ്ട്. അപ്പം ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഒന്ന് സ്ട്രെസ്, ടെൻഷൻ, പിന്നെ ഡെഫിഷ്യൻസീസ്, ടോക്സിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ട്യൂമേഴ്സ് വളരെ ലെസ്സാണ്,
പക്ഷെ എന്നാലും ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ലോങ് ടേം കുറച്ച് കൂടുതൽ കാലം നീണ്ടു നിന്നാൽ ട്യൂമറായിട്ടും വരാം. പിന്നെ ഈ ലിംഫോസൈറ്റ് തൈറോയിഡൈറ്റിസ് കൂടുതൽ കാലം നിന്നാൽ ലിംഫോമയായിട്ടും വരാം. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ സബ് ക്ലിനിക്കൽ ഞാൻ ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ ഈ തൈറോയ്ഡ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗുളിക കഴിച്ച് ജീവിതകാലം മുഴുവൻ ഗുളിക കഴിച്ച മാനേജ് ചെയ്യാവുന്ന രീതി ആണ് മനസ്സിലാക്കിയുള്ള ആൾക്കാർ. സാധാരണ ഡോക്ടർമാരായാലും ആ രീതിയിലാണ് കണക്കിലെടുക്കുന്നത്. പക്ഷേ പലരും ഗുളിക കഴിക്കുന്നുണ്ടെങ്കിലും അവരുടെ സിംറ്റംസ് മാറുന്നില്ല. ഇപ്പൊ ഒബീസിറ്റി, ചിലർക്ക് വണ്ണം കൂടുതലായിരിക്കും പ്രോബ്ലം, കൊളസ്ട്രോൾ കൂടുതല്, വണ്ണം കൂടുതല്, പിന്നെ എനർജി ഇല്ല, അങ്ങനത്തെ കുറെ സിംറ്റംസ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അതില് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് തന്നെ ഈ അവരുടെ ആ സിംറ്റംസിന് മാറ്റം വരുന്നില്ല. പക്ഷെ ലാബ് റിസൾട്ട് നോക്കുമ്പോൾ തൈറോയിഡ് നോർമലാന്ന് കണ്ടിട്ട് അവർ സന്തോഷിക്കും. നോർമൽ അല്ലെങ്കിൽ മരുന്നിന്റെ ഡോസ് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കും. അപ്പോ ഈ സിംറ്റംസ് മാറാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാല് അതിന്റെ അണ്ടർലൈൻ പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്നില്ല. അതായത് ഈ ആന്റിബോഡി നെഗറ്റീവ് ആക്കണം. ആന്റിബോഡി ടെസ്റ്റ് തന്നെ എല്ലാ ഡോക്ടർമാരും ചെയ്യുന്നില്ല. അപ്പൊ ആന്റിബോഡി ചെയ്തിട്ട് എന്തുകൊണ്ട് തൈറോയ്ഡ് ഡാമേജ് ആയി, അതിന് എന്തുകൊണ്ട് ഈ ആന്റിബോഡി വന്നു, അപ്പൊ ആന്റിബോഡിനെ നെഗറ്റീവ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞാനിവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഈ ഓട്ടോ ആന്റിബോഡീസ് വരാനുള്ള കാരണം എന്താ? നമ്മുടെ തന്നെ കോശങ്ങളെ നശിപ്പിക്കുന്ന ആന്റിബോഡി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ ഡെഫിഷ്യൻസീസ് ആയിരിക്കാം, ടോക്സിൻസ് ആയിരിക്കാം, എന്തോ കാരണം കൊണ്ട് നമ്മുടെ തന്നെ കോശങ്ങളെ നശിപ്പിക്കപ്പെടുമ്പോൾ ആ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡി ഉണ്ടല്ലോ, ആ ആന്റിബോഡി അങ്ങനെ പെർസിസ്റ്റ് കണ്ടിന്യൂ ചെയ്യണത്. അപ്പൊ ഈ ആന്റിബോഡി പ്രൊഡക്ഷന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഡയറ്റാണ്. ഫുഡ് സെൻസിറ്റിവിറ്റീസ് എന്ന് പറഞ്ഞാല് ഉദാഹരണത്തിന് ഇപ്പൊ ഈ സാധാരണ അലർജി പോലെ പെട്ടെന്ന് കഴിച്ച ഉടനെ പോയി ശരീരം മൊത്തം തടിച്ച് പൊന്തണതിനൊക്കെയാണ് അലർജി എന്ന് പറയാം. ഇത് അലർജി ആയിട്ട് പുറത്തേക്ക് കാണില്ല, പക്ഷെ മൈക്രോ ലെവലിൽ, ചെറിയ ലെവലിൽ ആന്റിബോഡി ശരീരത്തിൽ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഉദാഹരണമാണ് ഒന്ന് ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ, പിന്നെ പാലുൽപ്പന്നങ്ങൾ, പിന്നെ കെമിക്കൽസും കീടനാശിനിയും അങ്ങനെയുള്ള കളറിങ് ഏജൻസും പ്രിസർവേറ്റീവ്സും, അപ്പൊ പ്രോസസ്ഡ് ഫുഡിൽ വരുന്ന സംഭവങ്ങൾ, അതൊക്കെ ഈ ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കും. അതായത് നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കാനുള്ള ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഈ ആന്റിബോഡി ഉൽപാദനം എന്തൊക്കെ കാരണം കൊണ്ടുണ്ടാവുന്നു, ആ കാരണങ്ങളെ റൂട്ട് ലെവലിൽ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഇത് മാറുള്ളൂ. പിന്നെ ഈ പേഷ്യൻസ് മരുന്ന് കഴിച്ചിട്ടും അവർക്ക് സിംറ്റംസ് മാറാത്ത എന്താന്ന് വെച്ചാൽ ഈ റൂട്ട് ലെവലിലുള്ള കോസസിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ട ഡയറ്റോ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റോ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ്. ഈ മരുന്ന് മാത്രം കഴിച്ചിട്ട് രോഗം മാറില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഈ തൈറോയിഡിന്റെ ഡയറക്റ്റ് നമുക്ക് എനർജി പ്രൊഡക്ഷനായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് തൈറോയിഡിന്, തൈറോയിഡ് ഹോർമോൺ. ഇപ്പൊ നേരത്തെ ആ സെല്ലുലാർ സ്ട്രക്ചർ സാറ് പറഞ്ഞപ്പോ മൈറ്റോകോൺട്രിയ പറഞ്ഞിട്ടുണ്ടാവും. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ് ഒരു പവർ ഹൗസ് ഓഫ് ദി സെല്ലുണ്ടോ, ഈച്ച് ആൻഡ് എവറി സെൽ ഹാസ് ഗോട്ട് മൈറ്റോകോൺട്രിയ. ആ മൈറ്റോകോൺട്രിയയുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അതിന്റെ പ്രവർത്തനം നേരെയാക്കാനും പിന്നെ നമ്മളുടെ ആ ഓട്ടോ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനും ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന സാധനമാണ് ഈ മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയയും ഈ തൈറോക്സിനും തമ്മിലുള്ള ഇന്ററാക്ഷൻ. അപ്പൊ ഈ മൈറ്റോകോൺട്രിയ വീക്കായിട്ട് സൈലന്റ് ആയിട്ട് കിടന്നാൽ നമുക്ക് എനർജി ഉണ്ടാവില്ല. എനർജി പ്രൊഡക്ഷൻ മൈറ്റോകോൺട്രിയയിലാണ്. അപ്പൊ മൈറ്റോകോൺട്രിയനെ ആക്റ്റീവ് ആക്കാനും മൈറ്റോകോൺട്രിയ തൈറോയിഡ് കണക്ഷൻ നേരെ ആക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഈ റൂട്ട് ലെവലിൽ തന്നെ അതിനെ റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കണം. റൂട്ട് ലെവലിൽ റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക എങ്ങനെയാ? ഈ ഇൻഫ്ലമേറ്ററി ഫുഡ് അല്ലെങ്കിൽ ഈ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന ഫുഡുകൾ ഒഴിവാക്കണം, നമ്പർ 1. പിന്നെ വെള്ളം കൂടുതൽ കുടിക്കുക, എക്സർസൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ എല്ലാ അസുഖങ്ങൾക്കും പറയുന്ന പോലെ തന്നെ ഇതിലും പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ തൈറോയിഡിന് സ്പെഷ്യലായിട്ട് വേറൊരു കാര്യമുള്ളത്, ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഗുളിക, നമ്മളിപ്പോ കൊടുക്കുന്ന ഗുളിക ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ T4 എന്ന് പറയും.
ആ T4 ഓരോ കോശങ്ങളിലും പ്രവർത്തിക്കണമെങ്കിൽ T4 ഷുഡ് ബി കൺവേർട്ടഡ് ടു T3. ആ T3 കൺവേർഷൻ നടക്കുന്നത് മെയിൻലി ലിവറിലാണ്. പിന്നെ ബ്രെയിനിലും ചില അവയവങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് കൺവേർഷൻ. അപ്പൊ ആ T4 ടു T3 കൺവേർഷൻ നടന്നാൽ മാത്രമേ അത് പ്രവർത്തിക്കുള്ളൂ. അപ്പൊ T4 ഗുളിക കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ലിവർ മര്യാദയ്ക്ക് പ്രവർത്തിക്കണം. അപ്പൊ നമ്മളുടെ മെജോറിറ്റി ഫേസ് ചെയ്യുന്ന വേറൊരു പ്രോബ്ലമാണ് ഫാറ്റി ലിവർ, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ കൺവേർഷൻ നടക്കില്ല. പിന്നെ ഈ T4 ടു T3 കൺവേർഷൻ നടക്കണമെങ്കിൽ ചില മൈക്രോ ന്യൂട്രിയൻസ് ലൈക്ക് സിങ്ക്, മഗ്നീഷ്യം അങ്ങനെയുള്ള ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാതെ വെറും തൈറോക്സിൻ മാത്രം കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അവർക്ക് ആ ഗുളിക കഴിക്കുന്നുണ്ട്, ലാബ് റിപ്പോർട്ട് നോർമൽ ആണെങ്കിലും എനർജി ലെവൽ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്ത് അസുഖത്തിനാണോ ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്നത് ആ അസുഖം തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. പല പേഷ്യൻസും ഈ വണ്ണം കൂടുതലിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തൈറോയിഡ് ഉണ്ട് ഡോക്ടറെ അതുകൊണ്ടാന്ന് പറയും. അപ്പൊ ഈ തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ വണ്ണം കൂടുന്ന സിംറ്റംസ് ഫസ്റ്റ് ടൈം ഡെവലപ്പ് ചെയ്യുമ്പോൾ വണ്ണം കൂടുതലുണ്ടാവും. പക്ഷെ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ വണ്ണം കുറയണമല്ലോ. തൈറോയിഡ് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വണ്ണം കുറയണം, പക്ഷെ വണ്ണം കുറയുന്നില്ല പലർക്കും. അതുപോലെ ഉറക്കത്തിന്റെ ഇഷ്യൂസ്, മൂഡ് ചേഞ്ചസ്, ഡിപ്രഷൻ, പിന്നെ തണുപ്പ് സഹിക്കാൻ പറ്റായിക, അങ്ങനെയുള്ള ഒരുപാട് സിംറ്റംസ്. പിന്നെ ന്യൂറോ സിംറ്റംസ് ആയിട്ടും വരാറുണ്ട്. ബ്രെയിൻ ഫോഗ്, ഒരു ക്ലാരിറ്റി ഇല്ല, പഠിക്കുന്ന കാര്യത്തിനായാലും പറയുന്ന കാര്യത്തിനും ക്ലാരിറ്റി ഇല്ലായ്മ, രാവിലെ എണീക്കാനും മടി, ക്ഷീണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് തൈറോയിഡിൽ വരുന്നത്. അപ്പോൾ അതിനൊക്കെ കാരണം എന്താ വെച്ചാൽ ഇത് ഈ ഇന്റേണൽ കൺവേർഷൻ നടക്കാത്തതുകൊണ്ട് T4 ടു T3 കൺവേർഷൻ നടക്കണം. അതിന് സഹായിക്കുന്ന വേറൊന്നാണ് നമ്മുടെ കുടലിലെ ജീവാണുക്കൾ. നമുക്ക് നല്ല ബാക്ടീരിയൽ ഫ്ലോറ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടെങ്കിൽ ഒരു 20% കൺവേർഷൻ അവിടെ ഈ ബാക്ടീരിയൽ ഫ്ലോറ കാരണം നടക്കുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്യാതെയുള്ള ട്രീറ്റ്മെന്റ് ആകുമ്പോഴാണ് ഇതിന് ഇങ്ങനെ റിസൾട്ട് കിട്ടാത്തത്. മനസ്സിലായില്ലേ? പിന്നെ ഇത് ടെസ്റ്റുകൾ സാധാരണ T3, T4, TSH ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കൂടെ ഈ ഇതില്ലേ ആന്റിബോഡി ടെസ്റ്റുകൾ ചെയ്യണം. ആന്റിബോഡി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാല് ഒരുപാട് കേസുകൾക്ക് വലിയ അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോക്കോ, അമ്മമ്മക്ക് ഇവിടെ ക്ലാസ് ഉണ്ട് ഇപ്പോ. അപ്പൊ ഈ ടെസ്റ്റുകൾ ചെയ്യിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുന്നത്. ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്, അത് നിങ്ങളുടെ തന്നെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫുഡിന്റെ പ്രശ്നം കൊണ്ട് വന്നതാണ്. അപ്പൊ അത് മാറ്റേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യിക്കുന്നത്. പിന്നെ അതിന് മാത്രമല്ല ഒരുപാട് കേസുകൾ നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കേസുകള് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വിറ്റമിൻസും ഇങ്ങനെ സപ്ലിമെന്റ്സും ഒക്കെ ആയിട്ട് ഒരുപാട് കേസുകൾ ഈ ആന്റിബോഡി ടൈറ്റർ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലർക്ക് 3000 വരെ ഉണ്ടാവും, ചിലർക്ക് 500, 1000 എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റിബോഡി ടൈറ്റർ കാണാറുണ്ട്. അപ്പൊ വളരെ മെറ്റിക്കുലസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഫോളോ ചെയ്ത് അവര് ഫുഡിലും ലൈഫ് സ്റ്റൈലിലും മാറ്റം വരുത്തിയ ആൾക്കാർക്ക് ഇത് ആന്റിബോഡി നെഗറ്റീവ് ആക്കാനും പറ്റിയിട്ടുണ്ട്, മരുന്നിന്റെ ഡോസ് കൂട്ടാണ്ട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഫങ്ഷണൽ മെഡിസിൻ, അതായത് ഞാൻ ന്യൂട്രീഷൻ മെഡിസിൻ പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ബേസിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചതും ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്നതും. മനസ്സിലായില്ലേ? പിന്നെ ഈ ഇൻഫെക്ഷൻസ്, ഒരു സെറ്റ് ഓഫ് ഇൻഫെക്ഷൻസ് ഉണ്ട് ഈ ഓട്ടോ ആന്റിബോഡി ഉണ്ടാക്കുന്നത്. അതെന്ന് വെച്ചാൽ എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറഞ്ഞിട്ട് ഒരു തരം വൈറസ് ഇൻഫെക്ഷൻ, പിന്നെ കുടലില് വരുന്ന ചില പാരസൈറ്റ്സ്, അങ്ങനെയുള്ള ചില ഇതുകളും, പിന്നെ ടിക് ബോൺ ഡിസീസ് എന്ന് പറയുന്ന ലൈം ഡിസീസ്, അങ്ങനെ ചില ഡിസീസിലും ഓട്ടോ ഇമ്മ്യൂണിറ്റി വരുന്നുണ്ട്.
അപ്പം അതൊക്കെ ഓരോന്നിന്റെ ലെവൽ. പിന്നെ ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽസും കീടനാശിനിയും മാത്രമല്ല, ഹെവി മെറ്റൽസ്, മെർക്കുറി, ലെഡ് അങ്ങനെയുള്ള സാധനങ്ങളും ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇത് കോശങ്ങളെ നശിപ്പിക്കുക മാത്രമല്ല, അങ്ങനെ ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടാക്കിയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ ആന്റിബോഡി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് അങ്ങനെ. പിന്നെ അപ്പൊ നമുക്ക് എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും? അത് 3 സ്റ്റെപ്പായിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാം. 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൂട്ട് കോസ് എന്താന്ന് കണ്ടെത്തണം. റൂട്ട് കോസ് കണ്ടെത്താന്ന് പറഞ്ഞാൽ ഈ ഇൻഫെക്ഷൻസ് ആണോ, ഈ ഡെഫിഷ്യൻസി ആണോ, ടോക്സിൻ ആണോ നമ്മളെ ബാധിച്ചതെന്ന് നമ്മൾ കുറച്ചൊന്ന് അസസ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഫുഡിൽ കൂടെ ആണോ വന്നത് എന്നുള്ളത് നമുക്ക് സ്വയം പരിശോധന നടത്തിയിട്ട് ഒരു തീരുമാനം എടുക്കാം. പക്ഷെ മിക്കവാറും ആൾക്കാർക്ക് ഒന്നിലധികം കോസസ് റൂട്ട് കോസ് ആയിട്ട് തന്നെ കാണാറുണ്ട്. ഡെഫിഷ്യൻസി ഉണ്ടാവും, ലൈഫ് സ്റ്റൈൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സർസൈസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തവര്. അപ്പൊ അങ്ങനെ റൂട്ട് കോസ് എന്താന്ന് കണ്ടെത്തിയിട്ട് അതിന് വേണ്ട വഴികൾ കാണണം. അപ്പൊ അതില് പ്രധാനമായിട്ട് ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാലുൽപ്പന്നങ്ങളും ഗോതമ്പ് ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുക, റെഡിമെയ്ഡ് ഐറ്റംസ് ഒഴിവാക്കുക, പ്രോസസ്ഡ് ഫുഡൊക്കെ ഒഴിവാക്കുക, പിന്നെ വെള്ളം കൂടുതൽ കുടിക്കുക, പിന്നെ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതുകൂടാണ്ട് ഈ സപ്ലിമെന്റ് ആയിട്ട് ഫുഡിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പൊ സപ്ലിമെന്റ് ആയിട്ട് ഉദാഹരണത്തിന് ഇപ്പൊ സിങ്ക്, മഗ്നീഷ്യം ഒക്കെ ഈ T4 T3 കൺവേർഷന് സഹായിക്കുന്നു പറഞ്ഞില്ലേ. അപ്പൊ സിങ്ക്, മഗ്നീഷ്യം ഒക്കെ ഫുഡിലൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ സീഡ്സ്, സിങ്ക് ഒക്കെ കൂടുതലുള്ള ഈ പംകിൻ സീഡ്സ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, അങ്ങനത്തെ സീഡ്സ് ഒക്കെ കൂടുതൽ കഴിക്കുക. അപ്പൊ അതിൽ omega-3 വരും, സിങ്കും വരും. സിങ്കും അയഡിനും എല്ലാ ഗ്ലാൻഡുലർ ടിഷ്യൂവിനും അത്യാവശ്യമുള്ളതാണ്. തൈറോയിഡിന് മാത്രമല്ല, ബ്രസ്റ്റ്, യൂട്രസ്, ഓവറി, പ്രോസ്റ്റേറ്റ്, എല്ലാ ഗ്ലാൻഡുലർ ടിഷ്യൂസിനും അതിന്റെ സ്ട്രക്ചറും ഫങ്ഷനും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സിങ്കും വേണം, അയഡിനും വേണം. അപ്പൊ അയഡിൻ ആണെങ്കിൽ വേറെ റിസ്ക് ഉള്ളത്, ഡോസ് കൂടിയാൽ പ്രശ്നം. അപ്പം അയഡിൻ അതുകൊണ്ട് ഈ ഉപ്പിന്റെ അളവ് കുറയ്ക്കുകയാണ് ഏറ്റവും പ്രധാനം. പിന്നെ അയഡൈസ്ഡ് സോൾട്ട് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട്, അയഡിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് തുറന്ന പാത്രത്തിൽ വെച്ച് ചൂടാക്കിയാൽ അയഡിൻ പോകും. അങ്ങനെ അയഡിന്റെ അളവ് കുറയ്ക്കാം. ഉപ്പിന്റെ അളവ് മെയിൻലി കുറയ്ക്കണം. അതുകൂടാണ്ട് പിന്നെ ഈ അയഡിൻ ഇല്ലാത്ത റോക്ക് സോൾട്ട് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അങ്ങനെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും ഉപ്പിന്റെ അളവ് കുറയ്ക്കാനാണ് പ്രഷറും ഷുഗറും എല്ലാ അസുഖങ്ങളും കുറയ്ക്കാനും കിഡ്നി ഡിസീസ് പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ഉപ്പിന്റെ അളവ് കുറയ്ക്കണം. അപ്പൊ അത് അങ്ങനെ ചെയ്യാം. പിന്നെ ടോക്സിൻസ് പുറത്ത് കളയാനായിട്ട് നമ്മൾക്ക് വിയർക്കണം. ദയാൽ സാർ എപ്പോഴും പറയാറില്ലേ വിയർപ്പിക്കണം എന്ന്. അപ്പൊ വിയർക്കാനായിട്ടുള്ള അവസരങ്ങൾ ഒന്ന് എക്സർസൈസിൽ കൂടെ മാത്രമല്ല, നമ്മൾ AC ഫാനിന്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കുകയും അതും കൂടാതെ തെറാപ്യൂട്ടിക്കലായിട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളായിട്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും സോന പോലെയുള്ള സംഭവത്തിൽ പോവുക, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സെന്ററിൽ പോയിട്ട് നന്നായിട്ട് വിയർപ്പിച്ച്, അപ്പൊ വിയർക്കുമ്പോൾ കുറെ ടോക്സിൻസ് പോകും. പിന്നെ എക്സർസൈസ് ചെയ്യുമ്പോഴും വിയർപ്പിലൂടെയും ലിംഫിലൂടെ ഒക്കെ ടോക്സിൻസ് പോകും. പിന്നെ വെള്ളം കൂടുതൽ കുടിക്കുമ്പോൾ മൂത്രത്തിലൂടെ കുറെ ടോക്സിൻസ് പോകും. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുക. കോൺസ്റ്റിപ്പേഷനിൽ വന്നാലും ഈ ടോക്സിൻസ് ശരീരത്തിൽ കെട്ടിക്കിടക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുകയും വെള്ളം കൂടുതൽ കഴിക്കുകയും പ്രോബയോട്ടിക്സും ഒക്കെ കഴിച്ച് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന്റെ ഇത് കുറയ്ക്കാം. പിന്നെ ഓട്ടോ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനായിട്ട് ഏറ്റവും പ്രധാനം, ഓട്ടോ ഇമ്മ്യൂണിറ്റിക്ക് ഒരു കാരണം തന്നെ ഈ ഫുഡിൽ വരുന്ന കെമിക്കൽസും കീടനാശിനിയും അങ്ങനത്തെ മറ്റു സാധനങ്ങളൊക്കെ കാരണം ഇൻഡസ്റ്റൈനൽ ഫ്ലോറ കുറയുന്നതാണ് ഒരു കാരണം. കാരണം അപ്പൊ ഇൻഡസ്റ്റൈനൽ ഫ്ലോറനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ പ്രീബയോട്ടിക് ആയിട്ട് നമ്മൾ ഫൈബർ റിച്ച് ഫുഡ് കഴിക്കുക, പിന്നെ ഈ പ്രോബയോട്ടിക് ഫുഡ് കഴിക്കുക. അപ്പൊ അങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഈ ഇൻഡസ്റ്റൈനൽ ഫ്ലോറനെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാന സംഭവം ഈ മിൽക്ക് പ്രോഡക്റ്റും വീറ്റ് പ്രോഡക്റ്റും ഒക്കെ തന്നെയാണ്. അപ്പൊ അതും പിന്നെ ആന്റിബയോട്ടിക്സ് പോലെയുള്ള മരുന്നുകളും അതിന്റെ ഒക്കെ ഉപയോഗം കുറച്ചാൽ നമുക്ക് ഈ ഇൻഡസ്റ്റൈനൽ ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇൻഡസ്റ്റൈനൽ ഫ്ലോറ തന്നെ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടോക്സിൻസ് മോഷന്റെ കൂടെ പൊക്കോളും. അതേസമയം ഇൻഡസ്റ്റൈനൽ ഫ്ലോറ തിൻ ആണ്, കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ ടോക്സിൻസ് അബ്സോർബ് ആവും. ഇപ്പൊ ലിവർ
ആണ് ഓർഗൻ ഓഫ് ഡീടോക്സിഫിക്കേഷൻ. ലിവർ ഇതിനെ ഡീടോക്സിഫൈ ചെയ്ത് ലെസ് ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഈ ബൈലിലൂടെ കുടലിലേക്ക് കൊടുക്കും. ആ കുടലിൽ നിന്ന് ഈ ബൈലിലൂടെ വരുന്ന ടോക്സിൻസ് ഒക്കെ റീഅബ്സോർബ് ആവും. റീഅബ്സോർബ് ആവാണ്ടിരിക്കണമെങ്കിൽ കുടലിലെ ബാക്ടീരിയൽ ഫ്ലോറ ശക്തിയുള്ളതാവണം, തിക്കായിട്ടുണ്ടാവണം. ബാക്ടീരിയൽ ഫ്ലോറ കുറഞ്ഞാൽ ഈ ടോക്സിൻസ് ഒക്കെ റീഅബ്സോർബ് ആവും. അപ്പൊ അങ്ങനെ അലർജികളും ഓട്ടോ ഇമ്മ്യൂണിറ്റിയും വരാം. പിന്നെ അതുപോലെ വേറൊന്നുള്ളത് ഈ ഗ്ലൂട്ടൻ പ്രോഡക്ട്സും അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സും ഒക്കെ കഴിക്കുമ്പോൾ പ്രോപ്പർ ഡൈജഷൻ നടക്കാതെ ഈ അതില് ബൈപെപ്റ്റൈഡ് ട്രൈപെപ്റ്റൈഡ് ഒക്കെ ആയിട്ടുണ്ടാവും. അതായത് പ്രോട്ടീൻ ഡൈജഷനിൽ അമിനോ ആസിഡ് സിംഗിൾ യൂണിറ്റ് അമിനോ ആസിഡ് ആയാലാണ് ഇൻറ്റസ്റ്റൈനിന്ന് അബ്സോർബ് ആവുള്ളൂ നോർമലി. പക്ഷെ ഈ ബാക്ടീരിയ ഫ്ലോറ കുറവുള്ളപ്പോൾ ഈ അൺഡൈജസ്റ്റഡ് മെറ്റീരിയലും കൂടെ അബ്സോർബ് ആവും. അത് കാരണം ഈ അലർജിയും ആസ്മയും അലർജിയും എല്ലാ തരം ഓട്ടോ ഇമ്മ്യൂണിറ്റിയും വരാം. അപ്പൊ അതുകൊണ്ട് ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പ്രധാന കാതലായ ഒരു സംഭവമാണ്. പിന്നെ സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഈ ബ്രീതിങ് എക്സർസൈസസ്, പിന്നെ അതുപോലെ മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മൾ അതിന് സമയം കണ്ടെത്തിയേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുകൂടാണ്ട് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ അക്യൂപങ്ക്ചർ പോലുള്ള ട്രീറ്റ്മെന്റുകൾ. സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. നല്ല ഉറക്കം ഇപ്പൊ ഭയങ്കര കുറവാണ് ആൾക്കാർക്ക്. അപ്പോൾ ഉറക്കം ശരിയാക്കാൻ ശ്രമിക്കുക. ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് ശ്രമിക്കണം. പിന്നെ അതുകൂടാണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോ നല്ല ഇരുട്ട് മുറിയിൽ ഉറങ്ങണം. ഈ പുറത്തുനിന്നുള്ള ലൈറ്റോ അല്ലെങ്കിൽ ബെഡ്റൂം ലാമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഉറങ്ങുമ്പോൾ ശരിക്കും ഉറക്കം ഡീപ്പ് ആവില്ല. ഡീപ്പ് സ്ലീപ്പിൽ മാത്രമാണ് നമ്മുടെ ബ്രെയിൻ ഡീടോക്സിഫിക്കേഷൻ നടക്കുള്ളൂ. ബ്രെയിനില് വിഷാംശങ്ങളോ അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്ട്സോ ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ നല്ല ഡീപ്പ് സ്ലീപ്പിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ക്രോണിക് ആയിട്ട് ഉറക്കം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ വരും. ഇപ്പൊ മെലട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉറക്കത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതുപോലെ സീറോട്ടോണിൻ. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉറക്കത്തിന്റെ ആ ഒരു നല്ല രീതി മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ സ്ട്രെസ് കുറയ്ക്കണം, ഉറക്കം കുറയ്ക്കണം. പിന്നെ എന്താ അഡീഷണൽ സപ്ലിമെന്റേഷനിൽ ഞാൻ ചിയാസീഡ്, ഫ്ലാക്സീഡ് ഒക്കെ പറഞ്ഞു. അതുകൂടാണ്ട് സപ്ലിമെന്റ് ചെയ്യാവുന്നത് ഫുഡിൽ ചെയ്യാവുന്നത് വെജിറ്റബിൾസ് തന്നെ, റോ വെജിറ്റബിൾസ്, വേവിക്കാത്ത കുറച്ച് കുക്കുംബർ പോലത്തെ സാധനങ്ങളും ഒക്കെ കൂടുതൽ കഴിക്കുക. പിന്നെ അതുകൂടാണ്ട് ഈ സ്പൈറുലിന എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് കേട്ടോ. സ്പൈറുലിന നല്ല അയഡിൻ റിച്ച് ആണ്, പ്രോട്ടീൻ റിച്ച് ആണ്, എല്ലാ വൈറ്റമിൻസും എല്ലാം കൂടെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് സ്പൈറുലിന എന്ന് പറഞ്ഞത്. പിന്നെ അതുകൂടാണ്ട് ഈ സപ്ലിമെന്റ് ആയിട്ട് കഴിക്കാവുന്നത്, പിന്നെ സപ്ലിമെന്റ് ടാബ്ലറ്റ് രൂപത്തിൽ തന്നെ നമ്മളിപ്പോ അസുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ ടാബ്ലറ്റ്സ് ആയിട്ട് തന്നെ കൊടുക്കും. അല്ലാണ്ട് പ്രിവെന്റീവ് മെഷറിൽ പറയുമ്പോൾ ഫുഡായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് മേക്കപ്പ് ചെയ്യാനുള്ള, അതായത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫുഡ് സ്റ്റൈല്, അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് കൊടുക്കുമ്പോൾ സപ്ലിമെന്റ്സ് വിറ്റമിൻ ഡി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ എല്ലാത്തരം അസുഖങ്ങളും എന്ന് പറയും. ഇപ്പൊ ഈ തൈറോയിഡ് റിസപ്റ്റേഴ്സ് ന്യൂക്ലിയസിൽ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ കോശങ്ങളിലും വിറ്റമിൻ ഡി റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ വിറ്റമിൻ ഡി ഇല്ലാണ്ട് ഒരു സെല്ലിനും ശരിക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പൊ വിറ്റമിൻ ഡി, പിന്നെ ആന്റി ഓക്സിഡൻസ് ആയിട്ട് വൈറ്റമിൻ സിയും മറ്റു വിറ്റമിൻസും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാണ്ട് സെലീനിയം വളരെ പ്രധാനപ്പെട്ട ഒരു മിനറലാണ്, ആന്റി ഓക്സിഡന്റ് ആണ്. മാത്രമല്ല ഈ T4നെ T3 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന 2 മിനറൽസ്, ഒന്ന് സിങ്ക്, മറ്റത് സെലീനിയാണ്. അപ്പോൾ അതിന്റെ സെലീനിയം ആൾസോ സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. സെലീനിയം ഫുഡിൽ വരുന്നത്, ഒന്ന് സെലീനിയം റിച്ച് ഫുഡ് എന്ന് പറഞ്ഞാല് ഇതാണ്, ഒന്ന് വെളുത്തുള്ളിയിലുണ്ട് സെലീനിയം, പിന്നെ എവിടെയാ സെലീനിയം ചില മത്സ്യങ്ങളിലുണ്ട്.
ഏ? ചില മത്സ്യങ്ങളിലുണ്ട്, ചെറിയ മത്സ്യങ്ങളിലുണ്ട്. മത്സ്യങ്ങളിലുണ്ട്. മത്സ്യത്തിനകത്ത് എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഞാൻ മെയിൻലി ഈ വെജിറ്റേറിയൻസിന് പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞത്. ഇപ്പൊ സിങ്ക് ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ഫുഡിൽ ധാരാളം ഉണ്ട്. പക്ഷെ വെജിറ്റേറിയൻസിന് കിട്ടണമെങ്കിൽ ഇങ്ങനെ സീഡ്സും അതൊക്കെ കഴിക്കണം. അപ്പൊ അതുപോലെ സെലീനിയം അത് ഒരു പ്രധാനപ്പെട്ട മൂലകമാണ്. അപ്പൊ ആ സെലീനിയം നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റും കൂടെയാണ്. ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട. പിന്നെ ബി കോംപ്ലക്സിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഓൾ ബി കോംപ്ലക്സ് ഫാക്ടേഴ്സ് ആർ സിന്തസൈസ്ഡ് ഇൻ ദി ഇൻഡസ്റ്റൈനൽ ഫ്ലോറ. അപ്പൊ ഇൻഡസ്റ്റൈനൽ ഫ്ലോറനെ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി വരില്ലേ. പിന്നെ അതുകൂടാണ്ട് B12 ഡെഫിഷ്യൻസി ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഈവൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരിൽ പോലും B12 ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ ശരിക്കും ഡൈജഷൻ ശരിക്കും നടക്കുന്നില്ല, ദഹനം പിന്നെ അബ്സോർപ്ഷൻ ശരിക്കും നടക്കുന്നില്ല. B12 അബ്സോർപ്ഷന് ഡിഫറെന്റ് ലെവലിൽ പല കാര്യങ്ങളും വേണം. B12 അബ്സോർപ്ഷന് ദഹനം ശരിയാവണമെങ്കിൽ തന്നെ സ്റ്റൊമക്കിൽ ആസിഡ് വേണം. ഈ ആന്റാസിഡ് പോലത്തെ മരുന്നുകൾ കഴിക്കുന്നവർക്ക് കിട്ടില്ല. അതുകൂടാണ്ട് ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടർ ഉണ്ട് സ്റ്റൊമക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന. ആ ഇൻട്രിൻസിക് ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ B12 നശിക്കാതെ ചെറുകുടലിലാണ് ഇത് അബ്സോർപ്ഷൻ നടക്കുക, ചെറുകുടലിൽ എത്തുള്ളൂ. ചെറുകുടലിന് അത് അബ്സോർബ് ആവണമെങ്കിൽ ഇൻട്രിൻസിക് ഫാക്ടറും B12 കൂടെ കൂട്ടിപ്പിടിച്ചാലേ കിട്ടുള്ളൂ. അപ്പൊ ഇൻട്രിൻസിക് ഫാക്ടറിനെതിരെ ഇതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരുന്നുണ്ട്. അതിനെ പെർണീഷ്യസ് അനീമിയ എന്ന് പറയും. പിന്നെ ഫോളിക് ആസിഡ്, കോയിൻസൈം ക്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ എനർജി പ്രൊഡക്ഷന് വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ്. ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെട്ടത് തന്നെ. അപ്പൊ കോയിൻസൈം ക്യൂട്ടണും ഇതുപോലെ ഇൻഡസ്റ്റൈനൽ ഫ്ലോറ ഉണ്ടാക്കുന്നുണ്ട്. ഇൻഡസ്റ്റൈനൽ ഫ്ലോറനെ നോർമലാക്കി നിർത്തിയാല് ഒരുമാതിരി എല്ലാ ന്യൂട്രീഷനും കറക്റ്റ് ആക്കാൻ എളുപ്പമുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മള് ഈ 3 സ്റ്റെപ്പായിട്ട് പറയുമ്പോൾ ഒന്ന് ഇത് പ്രിവെൻഷൻ, ഫുഡില് മാറ്റം വരുത്തുക, സപ്ലിമെന്റ്സ്, പിന്നെ സ്ട്രെസ് കുറയ്ക്കുക, പിന്നെ ഇമ്മ്യൂണിറ്റി ഡീടോക്സിൻ ആണ് പറഞ്ഞത്. ഒന്ന് സ്വെറ്റിങ് പറഞ്ഞില്ലേ, വെള്ളം കൂടുതൽ കുടിച്ച് കിഡ്നി കൂടെ പോവും, സ്വെറ്റ് ചെയ്യുക. പിന്നെ ലിവർ ഡീടോക്സിഫിക്കേഷന് ഇതുപോലെ നല്ല വെജിറ്റബിൾസ്, ക്രൂസിഫറസ് വെജിറ്റബിൾസും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുക. അപ്പൊ ഫാറ്റി ലിവർ പോവും, ഇത് ലിവർ ഡീടോക്സിഫിക്കേഷൻ നടക്കും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട. പക്ഷെ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ബ്രോക്കോളിയും കോളിഫ്ലവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൈറോയിഡിന് എതിരെ ഭയങ്കര ചീത്തപ്പേര് കേട്ടിട്ടുള്ള വെജിറ്റബിൾസ്. പക്ഷെ അതിനെ കൊണ്ട് വേറെ കുറെ ഗുണങ്ങളുണ്ട് ആ വെജിറ്റബിൾസിൽ. ഒരുപാട് നല്ല ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള സാധനം. അപ്പം അതിനെ ചീത്തപ്പേര് വന്നു എന്ന് പറയുന്നത് അയഡിന്റെ അബ്സോർപ്ഷനെ തടുക്കും എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അയഡിൻ ഇവിടെ കുറവില്ല. നമുക്ക് അയഡിൻ കുറയണ പ്രശ്നമേ ഇല്ല. നമ്മൾ ഈ കഴിക്കുന്ന ഉപ്പിന്ന് അയഡിൻ കൂടുതലല്ലാണ്ട് കുറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കാണ്ടിരിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക. പിന്നെ omega-3 ഫാറ്റി ആസിഡ് സപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനെയാണ് ചിയാസീഡ്, ഫ്ലാക്സീഡ് ഒക്കെ പറഞ്ഞത്. അത് കൂടാണ്ട് ഇപ്പൊ അസുഖമായിട്ട് വരുമ്പോൾ നമ്മൾ ക്യാപ്സ്യൂളായിട്ടും കൊടുക്കാറുണ്ട്. പിന്നെ ഫുഡിൽ നമുക്ക് ഇത് മഞ്ഞള്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കാം. പിന്നെ വേറൊരു കാര്യം, അയഡിൻ റിച്ച് നാച്ചുറൽ അയഡിനുള്ള വെജിറ്റബിൾസ് നമ്മുടെ സാർ എപ്പോഴും പറയാറുണ്ടല്ലോ, അകത്തിച്ചീര, പിന്നെ കസ്തൂരി വെണ്ട, പിന്നെ നമ്മുടെ സാധാ വെണ്ടയ്ക്ക തന്നെ ചള്ള് വെണ്ടയ്ക്കല് ഇത് കൂടുതലായിട്ടുണ്ട്. പിന്നെ കുറെ വെജിറ്റബിൾസിൽ അയഡിൻ ഉണ്ട് കേട്ടോ, ഉരുളക്കിഴങ്ങിനകത്തും. പിന്നെ വേറെ എന്തൊക്കെയോ കുറെ വെജിറ്റബിൾസ് കണ്ടു, അതിനകത്തൊക്കെ അയഡിന്റെ കുറവൊന്നുമില്ല. പക്ഷെ വെജിറ്റബിൾസ് എപ്പോഴും നമ്മൾ നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ആണ് പ്രിഫർ ചെയ്യേണ്ടത്. നോൺ സ്റ്റാർച്ചി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉരുളക്കിഴങ്ങിനകത്ത് കുറെ നല്ല ന്യൂട്രിയൻസ് ഉണ്ടെങ്കിലും സ്റ്റാർച്ച് കൂടുതലാണ്. അപ്പൊ സ്റ്റാർച്ച് കുറവുള്ള വെജിറ്റബിൾസ് പ്രിഫർ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ആണ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാറാ. ഇത് 8:15 നമുക്ക് ഇതിന്റെ സിംറ്റംസ് എങ്ങനെയാണ് ഡോക്ടറെ കണ്ടുപിടിക്കുന്നത്? സാധാരണ നമുക്ക് ഇത് അനുബന്ധ രോഗങ്ങൾ കുറെ ഇത് കാണിക്കാറുണ്ടല്ലോ ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട്, മറ്റു പല രോഗങ്ങളും പറയാറില്ലേ?
കേൾക്കാവോ? അനുബന്ധ രോഗങ്ങൾ അനുബന്ധ രോഗങ്ങൾ എന്ന് പറഞ്ഞാല് പലപ്പോഴും ഈ തുടക്കത്തിൽ ഈ തൈറോയിഡിനെ കണ്ടുപിടിക്കല് ബുദ്ധിമുട്ടായിരിക്കും. ടെസ്റ്റ് ചെയ്താൽ മാത്രമല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അനുബന്ധ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് ഡിസീസ് ഉണ്ട്. അതില് ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നതാണ് തൈറോയിഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ട് തുടങ്ങും. അത് തൈറോയിഡ് അല്ലേ, നിസ്സാരം ഒരു ഗുളിക കഴിച്ചാൽ മാറുന്നു പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി കൂടി അവർക്ക് ഡയബറ്റിക് ആവും. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളെ ബാധിക്കുന്ന ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടല്ലോ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അങ്ങനത്തെ കുറെ ക്രോൺസ് ഡിസീസ്, അങ്ങനെയുള്ള പല അസുഖങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്ക് പോകും അവര്. അപ്പൊ അതിൽ ആദ്യത്തെ തുടക്കമാണ് തൈറോയിഡ് ഇത്രയും ചെറിയൊരു അവയവം അത് ആയതുകൊണ്ട് അത് വേഗം ഡാമേജ്, സെൻസിറ്റീവ് ആയതുകൊണ്ട് വേഗം ഡാമേജ് ആയി വേഗം സിംറ്റംസ് വരുത്തുന്നു. സാറിന് മനസ്സിലായി? സാറ് ചോദിച്ചതിനുള്ള ഉത്തരമാണോ കിട്ടിയത് അതോ? അല്ല, അതിങ്ങനെ പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ വരെ പലരും കാണാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മൂഡ് ചേഞ്ചസ്, ഡിപ്രഷൻ, ഉറക്കക്കുറവ്, പിന്നെ കൈകാലുകളിൽ മരവിപ്പ്, അങ്ങനെയായിട്ടും തൈറോയിഡ് പ്രസന്റ് ചെയ്യാറുണ്ട്. പിന്നെ സ്കിന്ന് കട്ടി കൂടിയിട്ട് സ്കിന്ന് ഭയങ്കര കട്ടി കൂടും. ഓക്കെ, തൽക്കാലത്തേക്ക് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരിയും സംശയങ്ങൾ ഇനിയും ഉണ്ടെന്ന് അറിയാം. സുരജാമ്മ ഇനിയും വരണം, വരുമെന്ന റിക്വസ്റ്റ് അല്ല, ഞങ്ങൾ വളരെയധികം റിക്വസ്റ്റ് ചെയ്യാണ് വരണം എന്ന രീതിയിൽ തന്നെ. കാരണം ഇന്നത്തെ ക്ലാസ് കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവും എത്രമാത്രം വ്യക്തമായിട്ടും നമ്മൾക്കൊരു ഒരു ഒരു റിലീഫാണ് ഒരു ക്ലാസ് കേൾക്കുമ്പോൾ. കുറെ കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ തലയിൽ രജിസ്റ്ററായി കയറും. അത് സുരജാമ്മയുടെ സൗണ്ട് കൊണ്ടാണോ, പറഞ്ഞു തരുന്ന രീതി കൊണ്ടാണോ, എന്തുകൊണ്ടാണ്, വളരെ നല്ല ക്ലാസ്സുകളാണ് സുരജാമ്മ എപ്പോഴും എടുക്കുമ്പോൾ. അപ്പം അഡീഷണൽ ആയിട്ട് സോഴ്സുകളായിട്ട് ഈ പറഞ്ഞ സുരജാമ്മ എടുത്തിട്ടുള്ള റേഡിയോ ടോക്സും ഒക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ വാനപ്രശ്ന ക്ലാസ്സുകളിൽ നമ്മൾ നിത്യസാധന ക്ലാസ്സൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഡോക്ടർ ഷെയർ ചെയ്യാറുണ്ട്. സുരജാമ്മ കാരണം മാത്രം ആരോഗ്യത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ച എവിടെ ആളുകള് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. ഇത്രമാത്രം ആരോഗ്യത്തിലോട്ട് ഇറങ്ങി വന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ആരോഗ്യത്തിന് മികവ് നേടാൻ പറ്റിയും പല രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയും ഒരു ആശ്വാസമായിട്ട് എത്താൻ പറ്റിയും ഒക്കെ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെ ആസ് എ കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും സുരജാമ്മയോട് ഭയങ്കര അധികം സ്നേഹവും ഒത്തിരി നന്ദി, ഒത്തിരി ഇഷ്ടമുണ്ട്. അപ്പൊ തിരിച്ചു വന്ന് ഈ ക്ലാസ് എടുത്തതിന് സുരജാമ്മ ഒത്തിരിയധികം സ്നേഹം. ഇനിയും ക്ലാസ് എടുക്കാനായിട്ട് വരണം എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾക്കൊരു ഫുഡ് ഡയറ്റിന്റെ ഒരു ക്ലാസ് സുരജാമ്മ എടുത്തു തന്നാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ ഇന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പൂർണ്ണമായിട്ടും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഡയറ്റുകൾ, പല രോഗങ്ങളിൽ പെടാതെ എങ്ങനെ നമുക്കൊരു എന്ന് പറഞ്ഞ പോലെ 3 പ്രിൻസിപ്പിൾസ് അങ്ങനെയും വെച്ചുകൊണ്ട് തന്നെ നോ ഡയറി, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വെച്ചുകൊണ്ട് നമുക്കൊരു ഫുഡ് ഡയറ്റിന്റെ ക്ലാസ്സും നേരത്തെ പല ക്ലാസ്സുകളിൽ എടുത്തു തരണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പം നന്ദി പറയാനായിട്ട് സദാനന്ദ സാറിനെ വിളിക്കുന്നു. താങ്ക് യു അർച്ചന. പ്രത്യേകിച്ച് എല്ലാവരുടെയും റെസ്പോൺസ് തന്നെയാണ് അതിന്റെ നന്ദി എന്ന് പറയുന്നത്. വളരെ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സംശയങ്ങൾ ചോദിച്ചു, കുറെ സംശയ നിവാരണം വരുത്തി. ഈ ഡോക്ടറെ പറ്റി പറയുമ്പോൾ 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഡോക്ടർ ഈ കെയർ താമസത്തിനും അതുപോലെ തന്നെ കല്യാണത്തിനും ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുകൊടുക്കും. ആൾക്കാർ എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞ് പൊതി കഴിച്ച് നോക്കുമ്പോഴാണ് ഒന്നാന്തരം ചട്ടി മൺകലം ഒക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നതെന്നുള്ള രസകരമായ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഡോക്ടറെ ചെല്ലുമ്പോഴേ എല്ലാവരും ഇதை പ്രതീക്ഷിച്ചാണ് ഇപ്പൊ ഇരിക്കുന്നത്. മറ്റാരുടെ ഗിഫ്റ്റിനേക്കാളും വില മതിക്കുന്ന ഗിഫ്റ്റ് ഈ പറയുന്ന ചട്ടിയും കലമൊക്കെ തന്നെയാണെന്ന് നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും തന്നെ ഇപ്പൊ ഈ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മുളക് കയ്യിലെടുത്താൽ അന്നേരം അതിന്റെ അരി കളഞ്ഞിട്ടേ ഉപയോഗിക്കുള്ളൂ. അതൊരു സ്വഭാവത്തിന്റെ ഭാഗമായി മാറി. അതുപോലെ കപ്പ ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ പോലും വല്ലപ്പോഴും ഒക്കെ ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ തുറന്നു വെച്ച് വേവിക്കുക എന്നുള്ള ആ ഒരു രീതിയുണ്ട്. അതിന്റെ സയനൈഡിന്റെ അംശം കുറയ്ക്കാനായിട്ട് നല്ലപോലെ വെള്ളം ചേർത്ത് കൂടുതൽ വെള്ളത്തിൽ തിളപ്പിക്കുകയും അത് തുറന്നു വെച്ച് തന്നെ വേവിക്കുകയും ചെയ്താൽ മാത്രമേ അതിന്റെ ഇത് പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി പ്രാക്ടിക്കൽ നോളജ് ഡോക്ടറുടെ ഇത് പറയുക മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് ഡോക്ടർ അനുവർത്തിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് സ്റ്റഡി മോഡിലാണ് ഡോക്ടർ. അത് മറ്റുള്ളവരിലൊക്കെ അസൂയയും റിലേറ്റീവ്സിന്റെ ഇടയിലും അതുപോലെ തന്നെ മറ്റ് സഹപ്രവർത്തകർ ഡോക്ടർമാരുടെ ഇടയിലും ഒക്കെ ഡോക്ടർ ഒരു അത്ഭുത ജീവിയാണ്. എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊക്കെ നമുക്ക് കിട്ടാവുന്ന അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടിയിരിക്കുന്നത്.
ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ എടുത്ത് നമ്മളെ സമ്പുഷ്ടരാക്കും. നമുക്ക് അത് ആ ഊർജം പകർന്നു കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയും പുതിയ സബ്ജക്റ്റുകളായിട്ട് ഡോക്ടറെ നമ്മൾ ബലം പ്രയോഗിച്ച് കൊണ്ടുവരും. ഡോക്ടർ അക്കാര്യത്തിൽ ഡോക്ടർ വിമുഖത പറയുക നമുക്ക് ഉറപ്പാണ്. കാരണം നമ്മുടെ ഒരു മെമ്പർ തന്നെ ആയതുകൊണ്ടാണ് അതിന്റെ ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുന്നത്. നന്ദി, വളരെ നന്ദി ഡോക്ടർ. അപ്പൊ അടുത്ത ഒരു ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ. ദീർഘായുസ് നേരുന്നു. ആരോഗ്യവും. വളരെ നന്ദി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും നന്ദി, സ്നേഹവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ പാദത്തിൽ സമർപ്പിക്കുന്നു.